പാട്ടു ശ്രീലകം തന്നിൽ വാടും വിഘ്നേശ്വര കാത്തരുളിടേണം. വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടണേ, അച്ചിന്റെ വന്നു വിളങ്ങിടേണം. മലരും അവിലും കദളിപ്പഴം കൊട്ടത്തേങ്ങയും ശർക്കരയും ഒറ്റപ്പം പിന്നെ അങ്കുണ്ണിയപ്പം എല്ലാം പൂജിക്കന്റെ പൊന്നുണ്ണിയേ. ഭക്തർ തൻ വിഘ്നമൊഴിച്ചിടുന്ന പാർവതി നന്ദന വാഴ വാഴ. സേവിപ്പോർക്കാനന്ദം നൽകിടുന്ന പരമേശ്വര പുത്ര വാഴ വാഴ. പരമേശ്വര പുത്ര വാഴ വാഴ. ബ്രഹ്മപത്നി ദേവി ശ്വേതഭരധരെ വാണി ഭഗവതി കൈതൊഴുന്നേ. കൊല്ലൂരിൽ വാഴുന്ന മുഖസൂര ഹരേ വീണാവാണി കൈതൊഴുന്നേ. മനശിക്കാട്ടെഴുന്നോരു വിദ്യാസ്വരൂപിണി പത്മാസനേശ്വരി കൈതൊഴുന്നേ. മനശിക്കാട്ടെഴുന്നോരു വിദ്യാസ്വരൂപിണി പത്മാസനേശ്വരി കൈതൊഴുന്നേ. പത്മാസനേശ്വരി കൈതൊഴുന്നേ. വാൽമീകി എഴുതിയ രാമായണത്തിൻ്റെ കഥകളിൽ മുഴുകുന്ന നേരമൊന്നിൽ ശ്രീരാമചരിതങ്ങൾ കേൾക്കുവാൻ പോയിടാം. ശ്രീരാമചരിതങ്ങൾ കേൾക്കുവാൻ പോയിടാം. ദശരഥരാജന്റെ സന്നിധിയിൽ
രഥസഞ്ചലനം തുടരുന്ന വേളയിൽ സുഗ്രീവരാജൻ അരികിലെത്തി. മാരുതിപുത്രനും സുഗ്രീവരാജനും ശ്രീരാമദേവനു സഖരാകുന്നു. അധമനം ബാലിയെ കൊന്നു കിഷ്കിന്ധൻ അധിപനായി സുഗ്രീവനായിടുന്നു. തേക്കുദേശം ചെന്നു കടലിന്റെ തെറ്റത്ത് സീതാന്വേഷകരെത്തിയിരുന്നു. യോജന 100 കടന്നു ഹനുമാനും ലങ്കയിലേറി കടൽ കടന്ന്. ശിംശപവൃക്ഷത്തണലിലിരിക്കുന്ന വിരഹിണി സീതക്കരികിലെത്തി. ശിംശപവൃക്ഷത്തണലിലിരിക്കുന്ന വിരഹിണി സീതക്കരികിലെത്തി. കടൽ ചാടി കടന്നീക്കരെ ലങ്കാപുക്കു. അപ്പൊരി നീളെ തിരഞ്ഞഞ്ജനൻ ഹനുമാൻ സീതയെ ചെന്നു കണ്ടു ചേതസി മോദം കൊണ്ടു. യാത്രയുണർത്തിച്ചു രാത്രിയിൽ പുറപ്പെട്ടു. ചെമ്പകമരത്തിന്റെ കൊമ്പെല്ലാം തകർത്തിട്ട് വീക്ഷക കുറുമൊഴി മുല്ലയും പൊട്ടിച്ചിട്ട് 4-5 പേരുദ്യാനപാലകന്മാരുറങ്ങുമ്പോൾ എന്തെടാ ഉറങ്ങുന്നതെന്തൊരു ജന്തുവിധം പാലത കാണാകുന്നു 4-5 മാറുനീളം. കല്ലെടുത്തെറിയണം പല്ലെല്ലാം കൊഴിക്കണം. കല്ലെടുത്തോങ്ങുന്നേരം പല്ലു വിളിച്ചു കാട്ടി. കല്ലെടുത്തോങ്ങുന്നേരം പല്ലു വിളിച്ചു കാട്ടി. ചാടി ഹനുമാൻ രാവണന്റെ മതിലിന്മേൽ ഇരുന്നു. ഹനുമാൻ രാവണനോടൊപ്പവും പറഞ്ഞു. ഹനുമാൻ രാവണനോടിത്തരം കള്ളനോ നീ ദുഷ്ടനോ നീ രാക്ഷസ പൊണ്ണനോ എന്തട രാവണ ഏതട രാവണ സീതയെ കക്കാൻ കാരണം നിന്നോടാരാൻ ചൊല്ലിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ. എന്നോടാരും ചൊല്ലിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിട്ട്. നിന്നെ വീടിലിരിക്കുന്ന മന്ത്രിയോട് ചൊന്നാലോ ഇടിക്കുവിൻ കെട്ടുവിൻ പള്ളിയറയിലാക്കുവിൻ. മാലിന്റെ തുണി ചുറ്റുവിൻ മാലിലഗ്നി കൊടുത്തുവിൻ. മാലിലഗ്നി കൊടുത്താൽ പോരാ ലങ്കാ ചുട്ടു കരിക്കണം. ലങ്കാ ചുട്ടു കരിച്ചാൽ പോരാ ദേവിയെ കൊണ്ടുപോരേണം. സീതയും കൊണ്ടുപോന്നാൽ പോരാ രാമന് കൊണ്ടു കൊടുക്കണം. രാമന് കൊണ്ടു കൊടുത്താൽ പോരാ അനുഗ്രഹമൊന്നു വാങ്ങണം. രാമന് കൊണ്ടു കൊടുത്താൽ പോരാ അനുഗ്രഹമൊന്നു വാങ്ങണം. അനുഗ്രഹമൊന്നു വാങ്ങണം. അനുഗ്രഹമൊന്നു വാങ്ങണം. സീതയെ കണ്ടിട്ടു തിരികെ വരുന്നേരം സീമ കളഞ്ഞിട്ടു ശ്രീ ഹനുമാൻ. ലങ്കാദഹനം നടത്തിക്കഴിഞ്ഞിട്ട് ലങ്കാപുരി വിട്ടു വായുപുത്രൻ. സീതയെ കണ്ടു വണങ്ങി ഹനുമാനും സീതാപതിയുടെ അരികിലെത്തി. സുഗ്രീവരാജന്റെ ആജ്ഞ വഹിക്കുവാൻ സുഗ്രീവ സൈന്യം നിറഞ്ഞു നിന്നു. സുഗ്രീവരാജന്റെ ആജ്ഞ വഹിക്കുവാൻ സുഗ്രീവ സൈന്യം